നമസ്കാരം, എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കുറച്ച് നിലവിളക്കുകളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. വിളക്ക് എങ്ങനെയാണ് കത്തിക്കുക, എത്ര ദിവസം കൂടുമാണ് വിളക്ക് കത്തിക്കുക, എല്ലാ ദിവസവും വിളക്ക് കത്തിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് നമ്മുടെ അടുത്ത്. ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്ന വിളക്കുകൾ എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. എങ്ങനെയാണ്, എത്ര തിരിയിട്ടിട്ടാണ് വിളക്ക് വെക്കേണ്ടതെന്നൊക്കെ ഒരുപാട് പേര് സംശയം ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഇന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാൻ പണ്ടും എൻ്റെ അമ്പലത്തിൽ, ഞാൻ ജനിച്ച നാടെന്ന് പറയുന്നത് താണിക്കുടം എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിൽ ജനിച്ച ഒരാളാണ്. ഞങ്ങൾ അമ്പലവാസികൾ ആയിരുന്ന ആൾക്കാരുടെ അച്ഛനും അച്ഛമ്മയും അമ്മമ്മയും ഒക്കെ അമ്പലത്തിൽ ജോലിയും ഒക്കെ ചെയ്തിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വലിയ ഇഷ്ടമാണ് പണ്ട് തുടങ്ങി ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് ആ ഒരു ടച്ചും സ്ലാങ്ങും ഒക്കെ പ്രവൃത്തിയിലും കയറി വരുന്നത്. ചൊട്ടയിലെ ശീലം ചുടല വരെയെന്നാണല്ലോ പറയുക. അപ്പോൾ ഇന്നിപ്പോൾ ചില ആളുകൾ എന്താ വെച്ചാൽ നിലവിളക്ക് എല്ലാ ദിവസവും കത്തിക്കണവരുണ്ട്. ഞാൻ എല്ലാ ദിവസവും ചിലപ്പോൾ കത്തിക്കുള്ളൂ. എനിക്ക് എല്ലാ ദിവസവും കത്തിക്കാൻ ചിലപ്പോൾ പറ്റാറില്ല. പുറത്താവണ സമയത്ത്, പീരീഡ്സ് ഒക്കെ ആവണ സമയത്ത് മോനോ അല്ലെങ്കിൽ മാഷിനോ അങ്ങനെ കിട്ടാറില്ല. എന്നാലും വിശേഷ ദിവസങ്ങളിലൊക്കെ എനിക്ക് അങ്ങനെ വരികയാണെങ്കിൽ മാഷിനെയാണ് വിളക്ക് കത്തിക്കുക. അങ്ങനെ പുരുഷന്മാർക്ക് വേറെ അങ്ങനെയൊന്നുമില്ല. പ്രത്യേകിച്ച് ശരിക്കും പറഞ്ഞാൽ പുരുഷന്മാരങ്ങനെ വിളക്ക് കത്തിക്കാറില്ല എന്ന് പറയും. കാരണം ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ പുരുഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുമ്പോഴത്തേനും ദുശീലങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയമാണ്. അപ്പോൾ നിലവിളക്ക് കൊളുത്താന്ന് പറയുന്ന ഒരു പവിത്രമായ കാര്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ദുശീലങ്ങൾ ഇല്ലാത്തവരുണ്ടാവില്ല എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഇതിൽ നല്ല ആൾക്കാരൊക്കെ ഉണ്ട്. ശ്രീനെ സംബന്ധിച്ചിടത്തോളം ശ്രീക്ക് അങ്ങനത്തെ ദുശീലങ്ങളൊന്നും ഇല്ല. കുടിക്കോ വലിക്കോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ്. എപ്പോഴും ശുദ്ധമാണ്. അപ്പോൾ കുളി കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ആൾ വിശേഷ ദിവസങ്ങളിലൊക്കെ ആൾ തന്നെയാണ് വിളക്ക് വയ്ക്കാറ്, എനിക്ക് പറ്റിയില്ലെങ്കിൽ. അപ്പോൾ ഇതെൻ്റെ വിളക്ക് ഞാൻ ഉമ്മറത്ത് കത്തിച്ച് വെക്കുന്ന നിലവിളക്കാണ്. നമ്മളെപ്പോഴും പറയും നിലത്ത് വിളങ്ങുന്ന വിളക്കിനെയാണ് നിലവിളക്ക് എന്ന് പറയും. നിലത്താണ് ഇരിക്കുക. നിലത്തിരിക്കുമ്പോൾ ഒരു കാരണവശാലും നേരെ വെറുതെ വിളക്ക് നമ്മളിങ്ങനെ വെക്കില്ല. ഒരു തട്ടിട്ടിട്ട് തട്ടിലാണ് നമ്മൾ വിളക്ക് വയ്ക്കുക. ഇത് ഞാൻ എൻ്റെ പൂജാമുറിയിൽ വെക്കണ വിളക്കാണ്. കുഞ്ഞൊരു വിളക്ക് പൂജാമുറിയിൽ വെക്കണ വിളക്ക് കേട്ടോ. ഇത് രാവിലെ കുളി കഴിഞ്ഞാൽ കത്തിച്ച് വെക്കും. ശരിക്കും പറഞ്ഞാൽ വിളക്ക് കൊളുത്തേണ്ടത് സൂര്യോദയത്തിന് മുൻപും സൂര്യാസ്തമനത്തിന് മുൻപും എന്നാണ് പറയുക. അതായത് സൂര്യൻ വെളിച്ചമില്ലാതെ ഇരിക്കരുത്, അന്ധകാരം ഉണ്ടാവരുത്, ഒരു ചെറിയൊരു തിരുനാളെങ്കിലും ഉണ്ടാവണം എന്നുള്ള അർത്ഥത്തിലും കൂടെയാണ് വരിക. രാവിലെ പകൽ സമയത്ത് സൂര്യൻ്റെ ചൂടൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് അന്തരീക്ഷത്തിലുള്ള കുറേ എന്താ പറയുക അണുക്കളൊക്കെ നശിച്ചു പോകും. രാത്രിയാകുമ്പോൾ നമുക്ക് ചില ആൾ കണ്ടില്ല, രാത്രിയാകുമ്പോൾ അസുഖങ്ങളൊക്കെ കൂടുന്ന ആൾക്കാരെ കണ്ടിട്ടില്ല. അപ്പോൾ ആ സമയത്ത് അതൊന്നും ഇല്ലാതിരിക്കാൻ, കൊതുക് അതുപോലെ എന്താ പറയുക ക്ഷുദ്രജീവികളൊന്നും അകത്ത് കയറാതിരിക്കാൻ എല്ലാത്തിനും നല്ലതാണ് എന്ന് പറയാം. അപ്പോൾ ഒരു തിരി വെട്ടമെങ്കിലും വീടിൻ്റെ ഉമ്മറത്ത് കത്തിച്ച് വെക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാണ്ട് നമ്മൾ ദൈവം കയറി വരും, മഹാലക്ഷ്മി കയറി വന്ന് നമുക്ക് വീട്ടിലൊക്കെ ഐശ്വര്യം തരും, അങ്ങനെ ഒരു കോൺസെപ്റ്റ് അങ്ങനെ പറഞ്ഞാലെങ്കിലും പണ്ടുള്ളവർ ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെയൊക്കെ പറഞ്ഞു വന്നത്, എനിക്കറിയില്ല. എന്നാലും സന്ധ്യ നേരത്ത് ഉമ്മറത്ത് ഒരു വിളക്കിരിക്കണത് കാണാനൊരു ഭംഗിയാണ്. അപ്പോൾ അങ്ങനെ ഇതെൻ്റെ പൂജാമുറിയിലെ വിളക്ക്. ഇത് ഞാൻ നമ്മുടെ ശ്രീകോവിലിൽ നടുക്ക് ഉമ്മറത്ത് കത്തിച്ച് വെക്കുന്ന നിലവിളക്ക് ഇതുപോലെ തട്ടിൽ വെക്കും. ഇതെൻ്റെ ലക്ഷ്മി വിളക്ക്. ഇത് തന്നെ പലതരത്തിൽ കിട്ടും. അഷ്ടലക്ഷ്മി അങ്ങനെ പലതരത്തിൽ നമുക്ക് വിളക്ക് കിട്ടും. ഇത് തൂക്കുവിളക്കാണ് എൻ്റെ. ഞാനിവിടെ തൂക്കി ഉമ്മറത്ത് പടിഞ്ഞാട്ട് തിരിച്ചിട്ട് ഇടുന്ന വിളക്കാണ്. ഇത് തിരിച്ച് വെക്കുന്നത്, അതായത് കിഴക്ക് രാവിലെ കൊളുത്താൻ സമയം കിട്ടിയാൽ കിഴക്കോട്ട് തിരിയിട്ട് വെക്കും, വൈകുന്നേരമാണെങ്കിൽ പടിഞ്ഞാട്ട് തിരിയിട്ട് വയ്ക്കും. നമ്മൾ എങ്ങനെയാണ് വിളക്ക് വയ്ക്കുക, നമ്മൾ പറയും കൈ കൂപ്പുന്ന ആകൃതിയിലാണ് വിളക്ക് വയ്ക്കുക എന്ന് പറയും. തൊഴുത് പിടിച്ച് നിൽക്കുന്ന ആകൃതിയിലാണ് നമ്മൾ നിലവിളക്ക് വയ്ക്കുക എന്ന് പറയും. ഇത് പിന്നെ എനിക്ക് അങ്ങനെ എപ്പോഴും എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വിളക്കല്ല, നല്ല വെയിറ്റാണ്. എന്തെങ്കിലും വിശേഷാൽ പൂജകൾ, ഗണപതി ഹോമോ ഭഗവത് സേവയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ വരുമല്ലോ, അങ്ങനെ വലുതൊക്കെ വരുമ്പോൾ സമയത്താണ് ഈ വിളക്ക് എടുക്കാറുള്ളൂ. കാരണം ഇതൊന്നും നമുക്ക് അങ്ങനെ ഡെയിലി എടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന വിളക്കുകളല്ല. അതും ഇതുപോലെ ഓരോ വിളക്കിനും ഓരോ തട്ടാണ് വയ്ക്കുക. അല്ലാണ്ട് ഇപ്പോൾ ഈ വലിയ വിളക്കിന് ചെറിയ തട്ട് വെച്ചിട്ട് കാര്യമില്ല, നിലത്തും വെറുതെ ഓട് വയ്ക്കില്ല. അപ്പോൾ ഇത്രയും വലിയ വിളക്കൊക്കെ ഞാൻ വിശേഷങ്ങൾക്ക് മാത്രമാണ് വയ്ക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും വിളക്കുകളാണ് എൻ്റെ കയ്യിൽ ഉള്ളത്. ഇതല്ലാണ്ട് ഭംഗിയുള്ള ഒരുപാട് വിളക്കുകളുണ്ട്, പക്ഷെ അതൊന്നും എൻ്റെ കയ്യിൽ ഇപ്പം ഇല്ല. ഇത്രയാണ് ഞാനിവിടെ സാധാരണയായിട്ട് കൊളുത്തുന്നത്. ഇനി നമുക്ക് വിളക്കിൽ എങ്ങനെയാണ് തിരിയിടുക എന്നുള്ളതാണ്. വിളക്കിൽ തിരിയിടാനായിട്ട് പലരും പല കാര്യങ്ങളാണ് പറയുക. എൻ്റെ തറവാട്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് ആദ്യം ഇതുപോലത്തെ ഒരു കൊച്ചു വിളക്കിൽ 2 തിരി കൈകൂപ്പുന്ന ആകൃതിയിൽ രാവിലെ ആണെങ്കിൽ കിഴക്കോട്ടും സന്ധ്യ ആകുമ്പോൾ പടിഞ്ഞാട്ട് ഇട്ട് വെച്ചിട്ടേ കണ്ടിട്ടുള്ളൂ. സാധാരണ നമ്മൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ
ഇപ്പം ഗണപതി നേദ്യത്തിനൊക്കെയാണ് അങ്ങനെ കണ്ടിട്ടുള്ളത്, ഒറ്റത്തിരി ഇട്ടിട്ട് കൊളുത്തി വെക്കുന്നത് കണ്ടിട്ടുള്ളത്. പിന്നെ ഇതുപോലത്തെ തട്ടിലൊക്കെ നമുക്ക് ലക്ഷ്മി വിളക്കിലൊക്കെ തൂക്ക് വിളക്കിലൊക്കെ നമുക്ക് അങ്ങനെ തന്നെ പറ്റുള്ളൂ, രണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാൻ പറ്റാത്ത ഒറ്റത്തിരി ഇങ്ങനെ ഇടാനല്ലേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഇട്ടും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പം നമ്മൾ പറയുന്നത് ഒറ്റത്തിരി ഇട്ട് കൊളുത്താൻ പാടില്ല എന്നാണ് പറയുക. അപ്പോൾ കുഞ്ഞു വിളക്കിൽ കുഞ്ഞു തിരി പണ്ട് എൻ്റെ അച്ഛമ്മയും അമ്മമ്മയൊക്കെ ചെയ്ത് കണ്ടിട്ടുള്ളത്. സന്ധ്യ ആവണേക്കാൾ മുന്നേ അവർ പണ്ടൊക്കെ ഞങ്ങൾക്ക് മണ്ണെണ്ണ വിളക്കാണ്. ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചപ്പോൾ 10ാം ക്ലാസ് വരെയും പഠിച്ചിരിക്കുന്നത് മണ്ണെണ്ണ വിളക്കിലാണ്. പിന്നെയാണ് കറണ്ടൊക്കെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ സന്ധ്യ ആവുന്നതിന് മുന്നേ ഞങ്ങൾക്ക് വിളക്ക് വെക്കണമെന്നുണ്ടെങ്കിൽ മണ്ണെണ്ണ വിളക്കൊക്കെ തുടച്ച് വൃത്തിയാക്കും. അതിൻ്റെ കൂടെ തന്നെ നിലവിളക്ക് ആദ്യം കഴുകി വൃത്തിയാക്കി വെച്ച് തുടയ്ക്കും. തുടച്ച് കഴിഞ്ഞാൽ പിന്നെ തിരി തെറുക്കലാണ്. തിരി തെറുക്കുക എന്നാണ് പറയുക. തിരി തെറുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ നമുക്ക് നൂൽത്തിരി കിട്ടും, അതിൽ എല്ലാം കൂടെ കണ്ടിട്ടുണ്ടല്ലോ. അത് എല്ലാവർക്കും ഈസിയാണ്. ആരും ഇന്ന് തിരി തീർക്കാനൊന്നും നേരം കളയണവരൊന്നുമില്ല. അലക്കി തേച്ച മുണ്ട്, അതായത് ഉടുത്ത് പഴകിയ മുണ്ടോ കീറിയ നല്ല മുണ്ടോ കിട്ടും. അതാകുമ്പോൾ നല്ലോണം അലക്കി ഒരു പദം വന്ന മുണ്ടായിരിക്കും, വെള്ളമുണ്ട്. ആ മുണ്ട് കീറിയിട്ട് അതാണ് തിരി തീർക്കുക. തിരി തീർത്തിട്ട് എടുത്ത് വെച്ചിട്ട് സന്ധ്യയ്ക്ക് ഇതുപോലെ വിളക്ക് വെക്കണ സമയത്ത് അതിങ്ങനെ കാലൊക്കെ നീട്ടി വെച്ചിട്ട്, പണ്ടുള്ളവർ കണ്ടിട്ടില്ലേ, കാല് നീട്ടി വെച്ചിട്ട് കാല് വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ തുടയിലിട്ടിട്ടൊക്കെയാണ് തിരി ഇങ്ങനെ തീർക്കുക. എന്നിട്ട് കൈ കൊണ്ടൊക്കെ തീർത്തിട്ട് സന്ധ്യയാകുമ്പോൾ വിളക്ക് വെക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാൻ തിരി ഇടുന്നത് കാണിച്ചു തരാം കേട്ടോ, ഞാൻ എത്ര തിരിയാണ് ഇടണേന്നുള്ളത്. നമ്മൾ ആദ്യം കിഴക്കോട്ട് തിരിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പടിഞ്ഞാട്ട് തിരിയിടുക. ഞാൻ ഏതൊരു വീഡിയോയിൽ തിരി വെച്ചിട്ട് എണ്ണ ഒഴിച്ചു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ശ്രുതിയെ തിരി വെച്ചിട്ടല്ല എണ്ണ ഒഴിക്കുക, എണ്ണ ഒഴിച്ചിട്ടാണ് തിരിയിടുക എന്ന് പറഞ്ഞു. അപ്പോൾ അത് അങ്ങനെയും ചെയ്യണവരുണ്ട്. പിന്നെ സുഖവും അങ്ങനെ തന്നെയാണ് അല്ലേ, എണ്ണ ഒഴിച്ചിട്ട് തിരിയിടുമ്പോഴാണ് തിരി അവിടെ അനങ്ങാണ്ട് കിടക്കുക. അല്ലെങ്കിൽ തിരി ഇട്ടിട്ട് എണ്ണ ഒഴിക്കുമ്പോൾ ഈ എണ്ണയൊക്കെ കൂടെ വന്ന് തിരി താഴോട്ട് പോവുകയും ചെയ്യും. പിന്നെ ഓരോ ശീലങ്ങളാണല്ലോ, അതാണ്. അപ്പോൾ പടിഞ്ഞാട്ട് ഇട്ടു. ഭദ്രദീപമൊക്കെ കൊളുത്താൻ എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. കിഴക്ക്, പടിഞ്ഞാറ്, തെക്ക്, വടക്ക്, വടക്ക് കിഴക്ക്, അങ്ങനെയാണ് നമ്മൾ 5 തിരിയിട്ടിട്ട് ഭദ്രദീപം കൊളുത്തുക. സർവൈശ്വര്യത്തിനാണ് എന്ന് പറയും പണ്ടുള്ളവർ. ഇന്നത്തെ കാലത്തൊക്കെ അത്ര പേര് വിശ്വസിക്കേണ്ടതെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഞാൻ ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിലൊക്കെ ഭദ്രദീപമാണ് സാധാരണഗതിയിൽ മറ്റ് ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കൊളുത്തണത് കേട്ടോ. അശുദ്ധമൊന്നും ഇല്ലാത്ത സമയത്ത് കൊളുത്തണത് അങ്ങനെയാണ്. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ സാധാരണ നമ്മുടെ ഈ വിളക്കിൽ തന്നെ അപ്പുറം ഇപ്പുറം തിരിയിട്ടിട്ടാണ് വിളക്ക് കൊളുത്താറുള്ളത്. നിലവിളക്ക് നമ്മൾ നേരിട്ടിട്ട് അങ്ങോട്ട് അങ്ങനെ കൊളുത്തുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും കൈ പൊള്ളാതിരിക്കാനൊക്കെ ആയിട്ടും പിന്നെ അതിലെന്തൊക്കെ കുറച്ചുണ്ട്. എപ്പോഴായാലും ശ്രദ്ധിക്കുക, ഇത്രയേ ഉള്ളൂ. നമുക്ക് ശരീരത്തിലേക്ക് തീയ് അങ്ങനെ സംഭവങ്ങളൊക്കെ കിട്ടുമ്പോൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അപ്പം അതിന് നല്ലത് എപ്പോഴും ഞാൻ കൊളുത്തുന്നത് കുത്തുവിളക്ക്, മറ്റേ ഇതുപോലത്തെ കൈവിളക്കാണ്. കൈവിളക്കിൽ ആദ്യം ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിപം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം. ഇതിലാണ് വിളക്ക് കൊളുത്തണേ. എന്നിട്ട് ഇത് എല്ലാ ദീപങ്ങൾക്കും ഉള്ളിലുള്ള പൂജാമുറിയിലെ വിളക്കും ഇതുപോലെ തന്നെ കൊളുത്തും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഭദ്രദീപം കൊളുത്തും. അത് കഴിഞ്ഞ് ഈ വിളക്ക് നേരെ കൊണ്ടുവന്ന് തുളസിത്തറയിൽ വെക്കും. അങ്ങനെയാണ് സാധാരണ ചെയ്യുക. പിന്നെ ലക്ഷ്മി വിളക്ക് തൂക്കിടാനും ഇതിൽ നിന്ന് തന്നെയാണ് തിരി പകരണത് കേട്ടോ. ആദ്യം കിഴക്കോട്ടാണ് നമ്മൾ കൊളുത്തുന്നത്, കിഴക്ക് ഭാഗത്ത് ഇട്ട് വെച്ചത്. പിന്നെ തെക്കും, പിന്നെ നമ്മൾ പടിഞ്ഞാറ് ഭാഗത്ത് വിളക്ക് കൊളുത്തണം. സാധാരണ വീട്ടിൽ നമ്മൾ കിടാവിളക്കും ഇതുപോലെ വെക്കും. പക്ഷേ കിടാവിളക്കൊക്കെ വെക്കുമ്പോൾ സാധാരണ പൂജാമുറിയിൽ എവിടെയെങ്കിലൊക്കെ വെക്കുകയാണെങ്കിൽ കുറച്ച് ഹൈറ്റ് കൂടിയ സ്ഥലത്തൊക്കെ വെക്കുക. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തട്ടി മറിക്കാതെ, കാരണം എപ്പോഴും അതിൽ നമ്മൾ എണ്ണ ഒഴിച്ച് കിടാതെ നോക്കണമല്ലോ, അങ്ങനെയൊക്കെ. പക്ഷെ നമുക്ക് ഒന്നും പറ്റാറില്ല. എല്ലാ ദിവസവും കൊളുത്താൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ വിളക്ക് കൊളുത്താറുള്ളൂ. ചൊവ്വയും വെള്ളിയും നിർബന്ധമായിട്ട് കൊളുത്താറുണ്ട്. അപ്പോൾ ഇത് തൂക്ക് വിളക്കാണ്, ലക്ഷ്മി വിളക്ക്. ഇങ്ങനെ സന്ധ്യ ആകുമ്പോൾ പടിഞ്ഞാട്ട് തിരിയിട്ടിട്ട് നമ്മൾ കൊളുത്തി വയ്ക്കുക. ഈ വിളക്ക് കൊളുത്തുമ്പോൾ ശരിക്കും വർത്താനമൊന്നും കരവിലൊന്നും ഇല്ല, നാമം ചൊല്ലിയിട്ടൊക്കെയാണ്
വിളക്ക് വയ്ക്കുക. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നേരെ കൊണ്ടുപോയി തുളസിത്തറയിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നാമം ചൊല്ലും കുറച്ച് നേരം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു. അത്രയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഞാനിങ്ങനെയൊക്കെയാണ് വിളക്ക് വയ്ക്കുക. ഇതിലും തെറ്റുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. എനിക്കറിയുന്നതും ഞാൻ കണ്ട് ശീലിച്ചതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടും സമാധാനമായിട്ടിരിക്കുക. വീണ്ടും കാണാം. നന്ദി.